നമ്മളെല്ലാവരും ഓരോ സെഷനുകളും ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയിലൂടെ, ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് അവസാനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവസാനിക്കാത്തതാണ്. കാരണം സത്യം എന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ, സത്യം നശിക്കാത്തതായതുകൊണ്ട് തന്നെ, സത്യം തീരുക അല്ലെങ്കിൽ സത്യത്തിൻ്റെ അന്വേഷണം അവസാനിക്കുക എന്നൊന്നില്ല എന്നുള്ളതാണ്. അത് അവസാനിക്കണമെങ്കിൽ, അന്വേഷണം അവസാനിക്കണമെങ്കിൽ സത്യം സത്യമായി മാത്രം നിലനിൽക്കുന്ന കാലത്തിലേക്ക് നമ്മൾ പോകണം. അത് കാലങ്ങളില്ലാത്ത കാലമാണ്. അപ്പോൾ കാലം അവസാനിക്കുമ്പോൾ മാത്രമേ സത്യത്തിലേക്കുള്ള അന്വേഷണം അവസാനിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. സത്യമായവനാണ് ദൈവം, സത്യമാണ് തമ്പുരാൻ. സത്യത്തെ സൃഷ്ടിച്ച സത്യമായ തമ്പുരാൻ സൃഷ്ടിക്കപ്പെട്ടതുമല്ല, കാലം അവന് ബാധകവുമല്ല. അപ്പോൾ കാലത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് കാലം തീരുമ്പോൾ മാത്രമേ ഈ കോലത്തിൻ്റെ പുറത്തും ഈ കാലത്തിനും അപ്പുറത്തുള്ള സത്യമായവനെ നമുക്ക് ദർശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കാലം ബാധിക്കുന്ന നമ്മൾക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ആഘോഷമാണ് വിഷയം. ആരാധനയും ആഘോഷവും സമ്മേളിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പെരുന്നാൾ എന്നൊക്കെ പറയുന്ന ഒരു സമയം വലിയ ആരാധനകളൊക്കെ കഴിഞ്ഞ് അതിന് ആഘോഷിക്കാനുള്ള നിമിഷമായിട്ടാണ് പലരും കാണാറുള്ളത്. എന്നാൽ നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സീക്കറിന് പ്രത്യേകമായിട്ട് ഒരു പെരുന്നാളിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു സീക്കർ എന്ന് പറയുമ്പം അവൻ്റെ സീക്കിംഗ് തന്നെ ആഘോഷമാണ്. 30 ദിവസം എടുത്തിട്ടുള്ള വ്രതം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആഘോഷം പെരുന്നാൾ കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്റിയാഗോനെ ഒരു സീക്കറായിട്ട് ഉപമിക്കുകയാണെങ്കിൽ കഥ പറയുമ്പം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. സാന്റിയാഗോ എന്ന് പറയുന്ന നിധി അന്വേഷിച്ചു പോകുന്ന, പെരുന്നാൾ അന്വേഷിച്ചു പോകുന്ന, ആഘോഷം അന്വേഷിച്ചു പോകുന്ന ഒരു സീക്കറെ ഒരു കഥാപാത്രമാക്കി എടുത്താൽ ആ സീക്കറുടെ ആഘോഷം ആദ്യഘട്ടത്തിൽ നിധി എപ്പോഴാണോ കണ്ടെത്തുന്നത്, നിധിയിലേക്ക് എപ്പോഴാണോ ചേരുന്നത്, അപ്പോഴാണ് അവൻ്റെ ആഘോഷം. ഇപ്പോൾ 30 ദിവസം അച്ചടക്കത്തോട് കൂടിയിട്ട് പല കാലാവസ്ഥകളിലൂടെയും കടന്നു പോയിട്ട് ഫോർഗീനസിൻ്റെ കാലാവസ്ഥ, ബറക്കയുടെ റഹ്മത്തിൻ്റെ അബണ്ടൻസിൻ്റെ കാലാവസ്ഥ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടെറൈനിലൂടെ യാത്ര ചെയ്ത് സാന്റിയാഗോയെ പോലെ തന്നെ മരുഭൂമിയിലൂടെയും അറേബ്യൻ മണ്ണിലൂടെയും ചില്ലുപാത്ര കടക്കാരൻ്റെയും കൊള്ളക്കാരുടെയും സങ്കേതത്തിലൂടെ ഒക്കെ കടന്നുപോയി അവസാനം അവൻ്റെ നിധി കണ്ടെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെയാണ് സാന്റിയാഗോയുടെ പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ സാന്റിയാഗോ അവൻ്റെ നിധി കണ്ടെത്തുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അതിനു മുന്നേ തന്നെ അത് ആഘോഷിക്കാനുള്ള, അതിലേക്കുള്ള അന്വേഷണത്തിൻ്റെ ഓരോ വഴിയും ആഘോഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീക്കർക്ക് പെരുന്നാളും ആഘോഷം എന്താ എന്ന് ചോദിച്ചാൽ സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, അന്വേഷണ വഴിയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ അന്വേഷണ വഴിയിലെ ഓരോ അനുഭവങ്ങളും, ഓരോ ചുവടുകളും, ഓരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നല്ലതാവാം, ദുരനുഭവമാകാം, നല്ല അനുഭവമാട്ടെ ദുരനുഭവമാട്ടെ, അതിനെ എല്ലാത്തിനെയും തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അവൻ പെരുന്നാളിലാണ്. നമ്മളുടെ ഒരു ക്ലീഷേ ആയിട്ടുള്ള നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് പറഞ്ഞൊരു തലത്തിലെത്തുമ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ മർമ്മം അറിഞ്ഞിരിക്കുന്നു, സെലിബ്രേഷൻ്റെ സീക്രട്ട് അറിഞ്ഞിരിക്കുന്നു എന്നുള്ള. അപ്പം നമ്മൾ ഒരു സീക്കറായിട്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഓരോ മൊമെൻറ്റും സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കാലിബ്രേഷൻ ആവണമെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പെരുന്നാളാക്കാൻ പറ്റുമോ? ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ആർക്കാണ് ശരിയായിട്ട് സന്തോഷിക്കാനും ആഘോഷിക്കാനും പറ്റുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിലൊരു കാര്യം ഉറപ്പാണ്, ഒരു സീക്കർക്ക് എപ്പോഴും ശരിയായി സന്തോഷിക്കാനും ആഘോഷിക്കാനും പറ്റും. അവന് പ്രത്യേകമായിട്ടൊരു സമയം വരേണ്ടതായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആർക്കാണ് ശരിക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചുരുക്കത്തിൽ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഓരോ നിമിഷത്തെയും ആഘോഷമാക്കാൻ സാധിച്ചവൻ. അതിന് നമ്മൾ പറയാം മൈൻഡ്ഫുൾനെസ്. ഈ നിമിഷത്തിൽ ജയിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ നിമിഷം ഇരിക്കുന്നത് നാറിലായിരിക്കാം, നമ്മളൊരു പക്ഷേ നരക തുല്യമായിട്ടുള്ള അനുഭവത്തിലായിരിക്കാം ഇരിക്കുന്നത്. തീയിലിട്ട് കരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നെഞ്ചത്തെന്തോ കല്ലിറക്കി വെച്ചതുപോലെ, അല്ലെങ്കിൽ കല്ല് കയറ്റി വെച്ചതുപോലെയൊക്കെയുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവത്തിലായിരിക്കാം. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ വിദേശത്തുള്ള ആളുകളൊക്കെ യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്ത പ്രയാസത്തിൽ ഭയപ്പെട്ട് താമസിക്കുന്ന കുറേ പേരുണ്ട്. പലരും അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലേക്ക് തിരിച്ചെത്തിയവർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം അവർ പറഞ്ഞ അവരുടെ ഫാമിലിയിലെ 5-8 ആളുകൾ വിദേശത്തുണ്ടായിരുന്നു. അവർക്ക് ഈ യുദ്ധത്തിൻ്റെ ഭീതിയൊക്കെ ഉണ്ടായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഒരാൾക്ക് മാത്രം 1.5 ലക്ഷത്തോളം രൂപ ടിക്കറ്റ് ഫെയർ കൊടുത്തിട്ട് 8-10 പേര്, ഫാമിലിയിൽ 5-8 പേര് ഒരുമിച്ച് നാട്ടിലേക്ക് വന്നിരിക്കാന്നുള്ള. എൻ്റെ വേറൊരു സുഹൃത്ത്, ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് വിദേശത്ത്. ആളുമായിട്ട് സംസാരിച്ചപ്പം അവരെ സ്കൂളിൽ നിന്നൊക്കെ പേടിച്ചിട്ട് പലരും വെക്കേറ്റ് ചെയ്ത് പോവാണ്, പുറത്ത് പറയാനായിട്ടാന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും ഭയങ്കര ഭയവിഹ്വലരായിട്ട്
അല്ലെങ്കിൽ ഒരു ഭീതിയോട് കൂടിയിട്ടൊക്കെ അതിനെ നോക്കിക്കാണും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത്തരത്തിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മറ്റു ചില സുഹൃത്തുക്കളോട് വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പെരുന്നാൾ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇപ്രാവശ്യം ഫയർ വർക്ക്സ് കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പൈസ ചിലവാക്കേണ്ടി വന്നിട്ടില്ല, ഇൻ്റർനാഷണലി എന്താ പറയുക സ്പോൺസേർഡ് ആയിട്ടുള്ള ഫയർ വർക്ക്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കൂട്ടമായിട്ടായിരിക്കും ഫയർ വർക്കിൻ്റെ ആവശ്യം വന്നിട്ടില്ല, എല്ലാവർക്കും ഒരുമിച്ചിട്ട് സ്പോൺസേർഡ് ആയിട്ടുള്ള ഫയർ വർക്ക് ഇടുന്നു. അങ്ങനെയും നോക്കി കാണുന്ന ആളുകളുണ്ടെന്നുള്ള അതിൻ്റെ അകത്തും ചെറിയൊരു തമാശയോട് കൂടിയിട്ട് ചെറിയൊരു ഈസിനെസ്സോട് കൂടിയിട്ട് അതിൽ നോക്കി കാണുന്ന ആളുകൾ. അപ്പോൾ ഓരോ നിമിഷത്തെയും ആഘോഷമാക്കാൻ പറ്റുന്ന, സന്തോഷമാക്കാൻ പറ്റുന്ന, ഈസിയർ ആക്കാൻ പറ്റുന്നവരാണ് ശരിക്ക് ഈ നോമ്പെടുത്തിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പാകപ്പെട്ടവരെന്നാണ് ഞാൻ പറയാം. ഉദാഹരണത്തിന് തന്നെ ഒരു ബിസിനസ്സുകാരൻ, അവൻ്റെ നോമ്പ് എന്താണ്, അവൻ്റെ വ്രതം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതമല്ല, അതിനും അപ്പുറത്തേക്ക് ചിലപ്പം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കഠിനമായിട്ടുള്ള തപസ്സിന് സമാനമായിട്ടുള്ള അച്ചടക്കത്തിലൂടെ അവൻ കടന്നു പോകുന്നതല്ല. അവസാനം അവൻ്റെ അച്ചടക്കത്തിന് പാകപ്പെട്ടിട്ടുള്ള അതിന് വേണ്ട വിധത്തിലുള്ള സന്തോഷങ്ങൾ, വിജയങ്ങൾ, നേട്ടങ്ങൾ അവന് വരുന്ന സമയത്ത് ശരിക്കും അപ്പോഴാണ് അവൻ്റെ പെരുന്നാൾ ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു അനുഭവം അവന് കിട്ടിക്കഴിഞ്ഞാൽ അവനിതൊരു രഹസ്യം അറിയും, എന്താണ് അച്ചടക്കം കൊണ്ട് നമുക്ക് കിട്ടാനിരിക്കുന്നത്. ഇപ്പം ചിലർ പറയാറുണ്ട് ആദ്യ പ്ലഷർ അങ്ങനെയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് പിന്നീട് പെയിൻ അനുഭവിക്കേണ്ടി വരും. പണ്ട് ഈ നമ്മൾ ഈ അഡിക്ഷനും അതുപോലെ തന്നെ ഡ്രഗ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടത്തുമ്പം സ്കൂളിൽ ഈ നമ്മൾ പറയാറുണ്ട് ഈ പുകയില വിരുദ്ധ റാലി ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ പണ്ട് സ്കൂളിൽ ഈ പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ സിഗരറ്റിൻ്റെ ഒരു കുറ്റി വരച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് എഴുതി വെക്കുന്നതാണ്, ഒന്നെങ്കിൽ ഫസ്റ്റ് പ്ലഷർ പിന്നീട് പെയിൻ. അപ്പോൾ സിഗരറ്റ് ഫസ്റ്റ് വലിക്കുന്ന സമയത്ത് നല്ല പ്ലഷർ ആയിരിക്കും, പക്ഷെ പിന്നീട് അതിൻ്റെ പെയിന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇങ്ങനെ വലിച്ച് ആസ്വദിക്കുന്നവരെ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതൊന്ന് വിട്ടു നിൽക്കുമ്പോൾ ആദ്യം ഒരു പെയിൻ ഉണ്ടായിരിക്കും, പക്ഷെ അതുകൊണ്ട് ലൈഫ് ലോങ്ങിലേക്ക് നമുക്ക് പ്ലഷറും കിട്ടുന്നുള്ളതാണ്. അപ്പം ഒരു വിജയിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ഒരു സീക്കറിൻ്റെ ആഘോഷം അല്ലെങ്കിൽ സന്തോഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം വ്രതം എടുക്കുന്നവനാ, അവൻ ആദ്യം ഡിസിപ്ലിൻ ശീലിക്കുന്നവനാ, അവൻ അച്ചടക്കം ശീലിക്കുന്നവനാ, ആദ്യം അവൻ പെയിനിനെയാണ് പുണരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആദ്യം പെയിനിനെ പുണർന്നത്. ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, ഞാൻ ഹാർമണി, ആഘോഷം, പെരുന്നാൾ, പ്ലഷർ അന്വേഷിച്ച് നോക്കിയപ്പം എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് കിട്ടുന്നത്. കാരണം ആദ്യം പ്ലഷർ പുലിയ സമയത്ത് പിന്നീട് വരുന്നതൊക്കെ പെയിനാണ്. അവിടെയാണ് മനുഷ്യൻ്റെ വികാരങ്ങളോടുള്ള സംഘട്ടനം എന്ന് പറഞ്ഞത്. ആ വികാരങ്ങളോടുള്ള സംഘട്ടനമൊക്കെ തന്നെയാണല്ലോ ഏറ്റവും വലിയ പെരുന്നാൾ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യം, നമ്മൾ ഒരു മാസമൊക്കെ അനുഷ്ഠിച്ച വ്രതത്തിലൂടെ നമ്മൾ ആ പെയിൻ അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ അത് നമ്മൾ അച്ചീവ് ചെയ്തോ, അത് അറ്റൈൻ ചെയ്തോ? എന്ത് കാര്യം പിൻപെടും ആദ്യം അതിൻ്റെ പെയിൻ പാർട്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന, ഡിസ്കംഫേർട്ടായിട്ട് തോന്നിപ്പിക്കുന്ന അച്ചടക്കത്തിന് കൊടുക്കേണ്ട ഒരു വേദനയുണ്ട് അല്ലെങ്കിൽ ഒരു വിലയുണ്ട്. അത് കൊടുക്കാൻ നമ്മൾ സജ്ജമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അടുത്ത ഒരു വർഷത്തേക്ക് വണ്ടി ഓടിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ആഘോഷം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ആഘോഷത്തിലേക്ക് അങ്ങ് പോകണം, പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ട്രിപ്പൊക്കെ പോയി വൈബാക്കി ഫുള്ള് രസമായി കുറച്ച് സ്റ്റാറ്റസൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ നേരാവണ്ണം കഴിക്കാമല്ലോ എന്ന രീതിയിലേക്ക് കാത്തിരിക്കുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിപ്പോഴും ആഘോഷത്തിൻ്റെ തടങ്കലിലാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ശരിക്കും പറഞ്ഞാൽ പ്ലഷറിൻ്റെ തടങ്കലിലാണ്. ഒരു പക്ഷേ പെയിനിൻ്റെ പ്ലഷർ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും നേരാവണ്ണം പ്ലഷർ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് റൂബിൻ പറഞ്ഞത്, ഞാൻ ഹാർമണി അന്വേഷിച്ച് പോയപ്പം എനിക്ക് കംപ്ലീറ്റ് ഡിസ്ഹാർമണി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ഡിസ്ഹാർമണി സീക്ക് ചെയ്യുന്നു. ഡിസ്ഹാർമണി സീക്ക് ചെയ്തതിൽ എന്തുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ഹാർമണിയെ എംബ്രേസ് ചെയ്യാൻ തയ്യാറെന്ന ഒരാളെ തേടി വരുന്നതാണ് ഹാർമണി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് സൗഖ്യങ്ങൾ വേണ്ട എന്നതിനുള്ള കാരണം റൂമി പഠിപ്പിക്കുന്നത് സൗഖ്യങ്ങളില്ലാത്ത അവസ്ഥയെ പുണർന്ന് അതിൽ അതിജയിക്കാനും അതിൽ അതിജീവിക്കാനും വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഒരു എഫേർട്ടും ഒരു ഡിസിപ്ലിനും ഉണ്ട്. അതാണ് നിങ്ങൾക്ക് കംഫർട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡിസ്കംഫർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാകണം എന്ന് പറയാനുള്ള കാരണം.